അഞ്ചാമത്തെ എപ്പിസോഡിൽ നിലത്ത് വീണ് കിടക്കുന്ന വെയ്സിയെ ഹീറോ കണ്ടെത്തുന്നു. കണ്ണ് തുറക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സമയം ജൂനിയറും ഫ്രണ്ട്സും വാങ്ടോങ് അക്കാദമിയിൽ ചെന്ന് വെയ്സിക്ക് ട്രെയിനിങ് കൊടുത്ത ആ ഇൻസ്ട്രക്ടറിനെ മീറ്റ് ചെയ്യുന്നു. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ടായിട്ടാണ് വെയ്സിക്ക് ട്രെയിനിങ് കൊടുത്തത്? അത് ഒരു ബിഗിനറായ അവളെ അഡ്വാൻസ്ഡ് സ്ലോപ്പിൽ വെച്ച് ട്രെയിൻ ചെയ്യാൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതിനെല്ലാം നീ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ തരണം. ഞാൻ ആർക്കും ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോ അങ്ങോട്ടെത്തുന്നു. എന്താ, നിങ്ങളുടെ അക്കാദമിയിൽ മുഴുവൻ ഇത്രയ്ക്കും കഴിവില്ലാത്ത ഇൻസ്ട്രക്ടേഴ്സാണോ ഉള്ളത്? ഓഹോ, നീ അത്രയ്ക്കും നല്ല കോച്ചായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും അവൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. നാളെ പാർക്കിലോട്ട് വാ, ആരാണ് നല്ല കോച്ച് എന്ന് തെളിയിക്കാം എന്നും പറഞ്ഞ് ഹീറോ അവനെ വെല്ലുവിളിക്കുന്നു. കാലിലെ മുറിവ് ക്ലീൻ ചെയ്യാൻ വെയ്സി ഡോക്ടറിനെ സമ്മതിക്കാത്തതിനാൽ ഹീറോ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ആ സമയം ഡോക്ടർ അവളുടെ മുറിവ് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു. അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ഹീറോ അവളെ തോളിലേറ്റി ഹോട്ടലിൽ എത്തിക്കുകയാണ്. അങ്ങോട്ടെത്തുന്ന നാൻഫാങ് അവളെ കൈപിടിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. വാങ്ടോങ് അക്കാദമിയുമായുള്ള ഫൈറ്റിനെപ്പറ്റി നാൻഫാങ് ഹീറോയോട് ചോദിക്കുമ്പോഴാണ് വെയ്സി അതിനെപ്പറ്റി അറിയുന്നത്. എന്ത് ഫൈറ്റോ എന്ന് വെയ്സി അതിശയിച്ച് ചോദിക്കുകയാണ്. ഞാൻ നാഷണൽ ടീമിലുണ്ടായ ആളാണ്, അതുകൊണ്ട് ഫൈറ്റൊന്നും ഉണ്ടാവില്ല. നാളെ കാണാമെന്നും പറഞ്ഞ് ഹീറോ അവിടുന്ന് പോകുന്നു. നാൻഫാങ് ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വെയ്സിയുടെ ഫോൺ തിരിച്ചു കൊടുക്കുന്നു. നിന്റെ അമ്മ എങ്ങാനും ഇതിനെപ്പറ്റി അറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാമോ? അമ്മ ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ ബ്രദറില്ലേ, അവൻ വരുന്നുണ്ട്. നീ മെൻ്റലി പ്രിപ്പയർഡ് ആയിക്കോ എന്ന് നാൻഫാങ് വെയ്സിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് വിസിറ്റേഴ്സ് മാത്രമാണ്. നമുക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തായാലും ഇവിടം വിട്ടു പോവേണ്ടവരാണ്. നിന്റെ മാസ്റ്ററും ബാക്കി എല്ലാവരും ഇവിടെയുള്ളവരാണ്. അവർക്കൊരിക്കലും പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഈ സത്യം നീ മനസ്സിലാക്കണം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. രാത്രി വെയ്സി ഹീറോ വിന്നറായ സമയത്തെ വീഡിയോസൊക്കെ എടുത്തു കാണുന്നു. അവനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ പ്രൈവറ്റ് ഇഷ്യൂസ് മൂലം അവൻ 22ാമത്തെ വയസ്സിൽ റിട്ടയർ ആയെന്ന് അവൾക്ക് മനസ്സിലായി. എന്തിനായിരിക്കും അവൻ ആ വയസ്സിൽ റിട്ടയർ ആയത് എന്ന് അവൾ കുറേ ആലോചിക്കുന്നുണ്ട്. രാത്രി വളരെ വൈകിയും ഹീറോ ഒറ്റയ്ക്ക് മലമുകളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇടയ്ക്ക് അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. നിനക്ക് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല നാഷണൽ ടീം, മറ്റെന്തിനേക്കാളും ഇതാണ് ഇമ്പോർട്ടൻ്റ്. ആ കാര്യം മറക്കരുത് എന്നും പറഞ്ഞ് ഡൈഡു ഹീറോയോട് ദേഷ്യം പിടിക്കുന്നു. ഈ സമയം മുതൽ ഞാൻ നാഷണൽ ടീമിൽ ഇല്ല എന്നും പറഞ്ഞ് ഹീറോ അവിടുന്ന് പോവുകയാണ്. അടുത്ത ദിവസം വെയ്സിക്ക് സുഖമില്ലാത്തതിനാൽ ബഗ്ഗിയുമായി ഹീറോ അവളെ പിക്ക് ചെയ്യാനായി വരുന്നു. അവൾക്ക് നടക്കാൻ പറ്റാത്തതിനാൽ ഹീറോ എടുത്താണ് അവളെ മല കയറ്റിയത്. ആ സമയം അവിടെ ഡൈഡു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ പ്രാക്ടീസ് കാണാൻ രസമുണ്ടെന്ന് വെയ്സി പറയുന്നത് ഹീറോയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏകദേശം 11 മണി ആയപ്പോഴേക്കും വാങ്ടോങ് അക്കാദമിയിലുള്ളവർ കോമ്പറ്റീഷന് വേണ്ടി അങ്ങോട്ടെത്തുന്നു. ആദ്യം നമുക്ക് വീക്കായിട്ടുള്ള ടീം ഏതാണെന്ന് കണ്ടുപിടിക്കാമെന്ന് രണ്ട് ടീംസും തീരുമാനിക്കുകയും മത്സരം ആരംഭിക്കുകയും ചെയ്യുന്നു. ഹീറോ മത്സരിക്കാതെ പകരം ബാക്കി മെമ്പേഴ്സിനെയാണ് മത്സരിക്കാൻ വിട്ടത്. വാങ്ടോങ് അക്കാദമിയിലുള്ളവർക്ക് ഒരു ട്രിക്ക് പോലും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഹീറോയുടെ ടീമിലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്യുകയാണ്. വാങ്ടോങ് അക്കാദമി തോറ്റെന്ന് മനസ്സിലായതോടെ അവർ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടുന്ന് പോകുന്നു. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഡൈഡു വീണ്ടും ഹീറോനെ മത്സരത്തിനായി വിളിക്കുന്നു. നീ അവരുടെ കൂടെ മത്സരിച്ചില്ലല്ലോ, എങ്കിൽ എൻ്റെ കൂടെ മത്സരിക്ക്. ഹീറോയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവൻ മത്സരത്തിനായി സമ്മതിക്കുന്നു. വെയ്സിക്കാണെങ്കിൽ ഹീറോ മത്സരിക്കാൻ റെഡിയാണെന്ന് കേൾക്കുമ്പോൾ അവൾ കുറച്ച് നെർവസ് ആവുന്നു. മാസ്റ്റർ റിട്ടയർ ആയതാണ്, എങ്ങനെയാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒക്കെ ചെയ്യാൻ സാധിക്കുക? നിന്റെ മാസ്റ്റർ ഒരു പ്രൊഫഷണലാണ്, അതുകൊണ്ട് ഇതൊക്കെ ഈസിയായി ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞ് നാൻഫാങ് അവളെ സമാധാനിപ്പിക്കുന്നു. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ?
അല്ല, എനിക്കറിയാം നിങ്ങൾക്ക് പറ്റുമെന്ന്. എന്നാലും ചെറിയൊരു സംശയം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയാം എന്ന് ഹീറോ ജൂനിയറിനോടും പറഞ്ഞ് മത്സരത്തിനായി പോകുന്നു. ഹീറോൻ്റെ മറ്റൊരു ഫ്രണ്ട് കൂടി മത്സരം കാണാനായി അങ്ങോട്ടെത്തുന്നുണ്ട്. ആദ്യ മത്സരം സ്റ്റാർട്ട് ചെയ്തത് ഡായിഡു ആയിരുന്നു. അവൻ നല്ല രീതിക്ക് തന്നെ അവൻ്റെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുത്ത് 1080 ഡിഗ്രി റൊട്ടേഷനിൽ മത്സരം കംപ്ലീറ്റ് ചെയ്യുന്നു. എല്ലാവരും അവനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരമൊരു സ്ഥലമായിട്ട് പോലും അവൻ അത്രയ്ക്ക് നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അടുത്തത് ഹീറോയുടെ ഊഴമാണ്. പക്ഷേ അവന് പഴയ ഫ്ലാഷ് ബാക്ക് മനസ്സിലേക്ക് വരുന്നതിനാൽ നിന്ന ഇടത്ത് തന്നെ സ്റ്റക്കായി പോകുന്നു. കൂടെ ഉള്ള എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഹീറോ മനസ്സിൽ നിന്ന് ആ പഴയ ചിന്തകളൊക്കെ കളഞ്ഞ് മത്സരം ആരംഭിക്കുന്നു. ഹീറോ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അവൻ്റെ ആ പെർഫോമൻസ് കാണുമ്പോൾ ഒരു റിട്ടയറായ ആൾ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് മികച്ചതായിരുന്നു. ഹീറോ 1280 ഡിഗ്രിയിലാണ് മത്സരം അവസാനിപ്പിച്ചത്. ഈ പ്രാവശ്യവും ഹീറോ തന്നെയാണ് ജയിക്കുന്നത്. അവൻ ഡായിഡുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഗൂഗിൾ ഗ്ലാസ് പിടിച്ചു നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നീ എന്തിനാണ് എപ്പോഴും എൻ്റെ ഗൂഗിൾ ഗ്ലാസ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഹീറോ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ജയിച്ചു വരുന്ന ഹീറോൻ്റെ അടുത്ത് ഒരുമിച്ച് ഫോട്ടോസ് എടുക്കണം എന്നും പറഞ്ഞ് വെയ്സി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതിനുശേഷം ഹീറോയും ഫ്രണ്ടും കുറച്ചധികം സമയം സംസാരിച്ചിരിക്കുന്നു. നീ റിട്ടയർ ആയിട്ടും നിൻ്റെ സ്കിൽസ് ഒന്നും പോയിട്ടില്ല, നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ അതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. വെയ്സി അത് ആരായിരുന്നു എന്ന് തിരക്കുമ്പോൾ ഷോർട്ട് ട്രാക്ക് സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻ ഡാജിങ് ആണ്. ആണോ, എങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് വെയ്സി പറയുമ്പോൾ ഹീറോ വിഷയം മാറ്റി നീ നാളെയല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് ഡിന്നറിന് പോയാലോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഹീറോനെയും വെയ്സിയെയും ഒറ്റയ്ക്ക് വിടാനായി എല്ലാവരും ഇന്ന് രാത്രി വേറെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് കള്ളം പറയുന്നു. വെയ്സിക്ക് താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഹീറോ സ്കേറ്റിംഗ് ബോർഡിൽ ഇരുത്തിയാണ് അവളെ താഴേക്ക് കൊണ്ടുപോകുന്നത്. അവൾ ആ മൂമെൻ്റൊക്കെ നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്. നൈറ്റ് അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ സ്നോബോർഡ് പഠിച്ചിരിക്കും. ഇനി എന്നാണ് നമ്മൾ കാണുക എന്ന് ഹീറോ തിരിച്ചു ചോദിക്കുകയാണ്. മിക്കവാറും അടുത്ത വർഷമായിരിക്കും. അടുത്ത വർഷം ഞാൻ ചിലപ്പോഴേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ഷീചെങ്ങിലോട്ട് പോകണം എന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായ സ്റ്റുഡൻറ്റ് നീ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ടീച്ചിങ് സ്കിൽസ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഒരു തമാശയോടുകൂടി ഹീറോ വെയ്സിയോട് പറയുകയാണ്. ഡിന്നറിന് ശേഷം ഹീറോ വെയ്സിയെ ഹോട്ടലിൽ കൊണ്ടുവിടുന്നു. അവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഡായിഡു സിസ്റ്ററിനെ ഫോണിൽ വിളിച്ച് ഇന്ന് നടന്ന മത്സരത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. അവൻ ഇപ്പോഴും അവൻ്റെ ഡ്രീം ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവനൊരിക്കലും റിട്ടയർ ആയിട്ട് പോലും ഇതുപോലെ പെർഫോം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. വെയ്സി ഹീറോൻ്റെ സിസ്റ്ററിനെ ഫോണിൽ വിളിച്ച് അസിസ്റ്റൻ്റ് ആവാൻ റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ നമുക്കൊരുമിച്ച് നല്ലപോലെ വർക്ക് ചെയ്യാം എന്നൊക്കെ തിരിച്ചു പറയുന്നു. നമുക്കൊന്ന് കാണാൻ പറ്റുമോ, ഞാൻ ബെയ്സാണിലാണ് ഉള്ളത് എന്ന് വെയ്സി പറയുമ്പോൾ ആ സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഞാൻ ഉള്ളതെന്ന് സിസ്റ്ററും പറയും. അങ്ങനെ രണ്ടുപേരും നാളെ കാണാമെന്ന് തീരുമാനിക്കുന്നു. വെയ്സി ആ പാഡിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഇത് തിരിച്ചു വേണോ എന്ന് ഹീറോനോട് ചോദിക്കുകയാണ്. പക്ഷേ അപ്പോഴൊന്നും ഹീറോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവളോട് താഴേക്ക് വരാൻ മെസ്സേജ് അയക്കും. അവൾ ആ പാഡുമായി താഴേക്ക് വരുമ്പോൾ ഹീറോ അവിടെ നിൽപ്പുണ്ട്. നീ ഇത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് പറഞ്ഞിട്ട് അല്ല, നീ അത് തിരിച്ചു വേണോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനത് വേണം എന്ന് പറഞ്ഞതെന്ന് ഹീറോ പറയും. ഹലോ ഫ്രണ്ട്സ്, 6ാമത്തെ എപ്പിസോഡിൽ വെയ്സി ആ പാഡ് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവൾ ഹോട്ടലിലേക്ക് നടക്കുന്നു. പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോൾ അവൾക്ക് എന്തോ തോന്നുന്നത് കൊണ്ട് അവൾ വീണ്ടും ഓടി വന്ന് ഹീറോയെ ഹഗ് ചെയ്തിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ സമയം
നാൻഫാങ്ങിനെ കാണാൻ ജൂനിയർ വന്നിട്ടുണ്ടാവും. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടില്ലേ എന്ന് ജൂനിയർ ചോദിക്കുമ്പോൾ നാൻഫാങ് ഇല്ല എന്ന് കള്ളം പറയുകയും അവളുടെ ഫോണ് ഓഫായിരുന്നു എന്നുകൂടെ പറയുന്നു. പക്ഷെ ആ സമയം അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നതിൻ്റെ സൗണ്ട് ജൂനിയർ കേൾക്കുന്നുണ്ട്. അവൾ പറഞ്ഞത് കള്ളമാണെന്ന് അവനും മനസ്സിലാവുന്നു. ഞാൻ നാളെ നിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാം, അതിൻ്റെ ആവശ്യമില്ലെന്ന് നാൻഫാങ് തിരിച്ചു ജൂനിയറിനോട് പറയുകയാണ്. അവൾ അവനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. അടുത്ത ദിവസം രാവിലെ വെയ്സി നേരെ പോയത് ഹീറോയുടെ സിസ്റ്ററിനെ കാണാനായിരുന്നു. സിസ്റ്റർ ആണെങ്കിൽ വെയ്സിയും കാത്ത് വഴിയരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കണ്ടതിന് ശേഷം നേരെ പോയത് ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ വെച്ച് മുമ്പ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ സിസ്റ്റർ വെയ്സിയെ കാണിക്കുകയാണ്. വെയ്സി അത് കണ്ടതിന് ശേഷം ഇത് നീയാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് വെയ്സി കോമിക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് വലിയ ഫാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വെയ്സിയുടെ അടുത്തേക്ക് ഹീറോയിൻ്റെ സിസ്റ്റർ മാത്രമാണ് വന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണെന്നും അവളുടെ ബുക്കുകളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അവളോട് തന്നെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ഹീറോയിൻ്റെ സിസ്റ്റർ അവരുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോയാണ് ഇപ്പം സിസ്റ്റർ വെയ്സിയെ കാണിച്ചത്. ഞാൻ ഈ ഫീൽഡ് വിട്ടാലോ എന്ന് വരെ ആലോചിച്ച ഒരു ദിവസമായിരുന്നു അത്. പക്ഷെ നീ അങ്ങോട്ട് വരികയും നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഈ ഫീൽഡ് വിടണ്ട എന്നും ഇതിൽ തന്നെ തുടരാമെന്നും ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. നിന്റെ ഒരാളുടെ അഭിപ്രായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇതുവരെ എത്തിയത് എന്ന് വെയ്സി സിസ്റ്ററിനോട് പറയുകയാണ്. ഭക്ഷണത്തിന് ശേഷം അവർ രണ്ടുപേരും നേരെ പോയത് സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്. സിസ്റ്ററിൻ്റെ വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ വെയ്സി താമസിക്കുന്നത് അവരുടെ വീടിന് അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. രാത്രി പുതിയ വർക്കിൻ്റെ ഭാഗമായിട്ട് വെയ്സി ഒരുപാട് പിക്ചേഴ്സൊക്കെ തൻ്റെ ബുക്കിൽ വരയ്ക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് ഹീറോനെ പറ്റിയുള്ള ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ആ സമയം തന്നെ ഹീറോൻ്റെ വണ്ടി ആ വീട്ടിലേക്ക് വരുന്നതും കാണിക്കുന്നു. പക്ഷെ അവൾക്കറിയില്ല ഹീറോൻ്റെ വീട് അതാണെന്നും ഹീറോൻ്റെ സിസ്റ്ററാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നും. അടുത്ത ദിവസം രാവിലെ തന്നെ വെയ്സിയും സിസ്റ്ററും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹീറോയും സിസ്റ്ററും കുട്ടിക്കാലത്ത് കളിച്ച സ്ഥലങ്ങളൊക്കെ സിസ്റ്റർ വെയ്സിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വഴിയിൽ വെച്ച് ഹീറോ സിസ്റ്ററിനെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുന്നു. സിസ്റ്ററും വെയ്സിയും ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഹീറോയ്ക്ക് വെയ്സിയെ കണ്ടപ്പോൾ മനസ്സിലായില്ല. കാരണം അവൾ തിരിഞ്ഞായിരുന്നു നിന്നത്. അവളാണെന്ന് മനസ്സിലായതോടെ ഹീറോ അവരുടെ അടുത്തേക്ക് നടക്കുന്നു. അപ്പോൾ വെയ്സിയും ഹീറോനെ കാണുന്നു. അവൾ കുറച്ചു സമയമെടുത്ത് ഹീറോനെ തന്നെ നോക്കി ഹീറോ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അവൾ അവിടെയുള്ള കാര്യം അറിയില്ലായിരുന്നു. ഹീറോൻ്റെ സിസ്റ്ററാണ് അവൾ എന്നും വെയ്സിയുടെ മാസ്റ്റർ ആയിരുന്നു ഹീറോ എന്നും വെയ്സിയും സിസ്റ്ററും മനസ്സിലാക്കുന്നു. പിന്നീട് 3 പേരും സ്നോമാനെ ഉണ്ടാക്കിയും ഒരുമിച്ച് ഫോട്ടോസ് എടുത്തും ഒരുമിച്ച് കളിച്ചും ടൈം സ്പെൻഡ് ചെയ്യുന്നു. രാത്രി സിസ്റ്ററും ഹീറോയും വെയ്സിയെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. അവർ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചത്. വെയ്സിക്ക് എന്തുകൊണ്ടോ വയറ് നിറയെ കഴിക്കാൻ സാധിച്ചില്ല. രാത്രി വെയ്സി പുറത്തേക്ക് പോവാനായി ഇറങ്ങുന്നു. ഈ സമയം ഹീറോയും പുറത്തുണ്ടായിരുന്നു. വെയ്സിക്ക് നന്നായി കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അവൾ കഴിക്കാൻ വേണ്ടിയായിരുന്നു പുറത്തേക്ക് പോവാൻ നോക്കിയത്. അവൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ കഴിക്കാനായി പോവും എന്ന് ഹീറോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ വെയിറ്റ് ചെയ്ത് ഇരുന്നത്. അവർ ആദ്യം പോയത് കഴിക്കാനായിരുന്നു. വെയ്സിയാണെങ്കിൽ വിശന്നിട്ട് വാരി വലിച്ച് കഴിക്കുകയാണ്.
ആ സമയം പുറത്ത് നല്ല ഫയർ വർക്ക്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണ്ടത് എവിടെ വെച്ചാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഹീറോ കുറച്ച് മെസ്സേജസ് വെയ്സിയെ കാണിക്കുന്നു. അവളുടെ ഐപാഡ് വാങ്ങിയത് ഹീറോ ആയിരുന്നുവെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്.